സക്സസ് ഫയലിലേക്ക് സ്വാഗതം. അസിസ്റ്റന്റ് സെയിൽസ്മാൻ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തേത് രണ്ടാമത്തെ ദിവസമാണ്. നമ്മൾ രാവിലത്തെ ക്ലാസ്സിൽ ചെയ്യാൻ പോകുന്നത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ്. ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പർ 29/2021 ഒരു എക്സാം പോലെ തന്നെ അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, കേരള സർക്കാരിൻ്റെ 2020 സ്വാതി പുരസ്കാരം നേടിയത് ആര്? 2020 സ്വാതി പുരസ്കാരം നേടിയത് ഡോക്ടർ എൽ സുബ്രഹ്മണ്യമാണ്. ഡോക്ടർ എൽ സുബ്രഹ്മണ്യം. ഇനി 2024 പുരസ്കാരം നേടിയത് ആര് എന്ന് ചോദിച്ചാൽ PR കുമാരകേരളവർമ്മയാണ്. PR കുമാരകേരളവർമ്മ. കർണാടക സംഗീതജ്ഞനാണ് PR കുമാരകേരളവർമ്മ. ഇനി 2024 പ്രഖ്യാപിച്ചത് 2021 പുരസ്കാരമാണ്. അപ്പൊ 2021 പുരസ്കാരമാണ് PR കുമാരകേരളവർമ്മയ്ക്ക് ലഭിച്ചത്. 2024 പുരസ്കാരം പ്രഖ്യാപിച്ചത്. അടുത്ത ചോദ്യം, പ്രശസ്ത തിരക്കഥാകൃത്തും സംവിധായകനുമായിരുന്ന സച്ചി 2020 ജൂൺ 18 അന്തരിച്ചു. അദ്ദേഹത്തിന്റെ പൂർണ്ണമായ പേര് എന്താണ്? KR സച്ചിദാനന്ദൻ എന്നാണ്. KR സച്ചിദാനന്ദൻ. കോട്ടയത്തെ KR നാരായണൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ വിഷ്വൽ സയൻസ് ആൻഡ് ആർട്സിന്റെ ചെയർമാനായിട്ട് നിയമിതനായത് ആര്? എവിടത്തെയാണ്? കോട്ടയത്തെ KR നാരായണൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ വിഷ്വൽ സയൻസ് ആൻഡ് ആർട്സ്. ഇപ്പോഴത്തെ ചെയർമാൻ സയ്യിദ് അക്തർ മിർസയാണ്. സയ്യിദ് അക്തർ മിർസ. സയ്യിദ് അക്തർ മിർസ. കോട്ടയത്തെ KR നാരായണൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ വിഷ്വൽ സയൻസ് ആൻഡ് ആർട്സിന്റെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? സയ്യിദ് അക്തർ മിർസ. അടുത്ത ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ പൈതൃക ബീച്ച്. കേരളത്തിലെ ആദ്യത്തെ പൈതൃക ബീച്ച് അഴീക്കോട് മുനയ്ക്കൽ ഡോൾഫിൻ ബീച്ചാണ്. അഴീക്കോട് മുനയ്ക്കൽ ഡോൾഫിൻ ബീച്ചാണ് കേരളത്തിലെ ആദ്യത്തെ പൈതൃക ബീച്ച്. തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ രാജകുടുംബത്തിന്റെ അവകാശം അംഗീകരിച്ചുകൊണ്ട്. ഈ ക്വസ്റ്റ്യൻ PSC ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ഇവിടെ ക്ലിയർ അല്ല. അടുത്തത്, 2020 ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച സംവിധായകനായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത്. മികച്ച സംവിധായകൻ. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്, അച്ചൽ മിശ്രയാണ്. ഇനി 2024 ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച സംവിധായകനായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത് ആര് എന്ന് ചോദിച്ചാൽ സുമന്ത് ഭട്ടാണ്. സുമന്ത് ഭട്ട്. മിഥ്യ എന്ന സിനിമയുടെ സംവിധാനത്തിനാണ് പുരസ്കാരം ലഭിച്ചത്. ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച സംവിധായകനായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത് സുമന്ത് ഭട്ട്. ചിത്രം ഏതാണ്? മിഥ്യ. അടുത്ത ചോദ്യം, ദേശീയ യുവജന ദിനാഘോഷത്തിന്റെ എന്നാണ് ദേശീയ യുവജന ദിനമായിട്ട് ആഘോഷിക്കുന്നത്? ജനുവരി 12 ദേശീയ യുവജന ദിനാഘോഷത്തിന്റെ ഭാഗമായിട്ട് 2020 നാഷണൽ യൂത്ത് ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചത് എവിടെയെന്നാണ്? ലക്നൌവിലാണ്. ഇനി 2024 നാഷണൽ യൂത്ത് ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചത് എവിടെയാണ്? നാസിക്കിലാണ്. മഹാരാഷ്ട്രയില് നാസിക്കിലാണ് 2024 നാഷണൽ യൂത്ത് ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചത്. മഹാരാഷ്ട്രയില് നാസിക്കില്. 2020 രാജ്യാന്തര യോഗാ ദിനത്തിന് വേദിയായ സ്ഥലം. 2020 രാജ്യാന്തര യോഗാ ദിനം വേദിയായത് ലേ ആണ്. ലേ. 2024 വേദിയായത് കാർഗിലാണ്. 2024 കാർഗിലും 2025 എവിടെ വെച്ചാണ് നടന്നത്? വിശാഖപട്ടണത്തുമാണ്. വിശാഖപട്ടണം. 2024 കാർഗില്, 2025 വിശാഖപട്ടണം. നാഷണൽ ബുക്ക് ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ 2020 ജനുവരിയിൽ വേൾഡ് ബുക്ക് ഫെയർ നടന്നത് എവിടെയാണ്? ന്യൂഡൽഹിയാണ്. 2024 വേൾഡ് ബുക്ക് ഫെയർ എവിടെ തന്നെയാണ് നടന്നത്? ന്യൂഡൽഹിയിൽ തന്നെയാണ് നടന്നത്. 2020 കോമൺവെൽത്ത് ചെറുകഥാ പുരസ്കാരം നേടിയ ഇന്ത്യൻ സാഹിത്യകാരി ആരാണ്? കൃതിക് പാണ്ഡെയാണ്. കൃതിക് പാണ്ഡെ.
ഇപ്പം 2024 നമ്മൾ നോക്കി വെക്കണം, ഇത് വരാനായിട്ട് ചാൻസ് ഉള്ളതാണ്. 2024 കോമൺവെൽത്ത് ചെറുകഥാ പുരസ്കാരം നേടിയത് ആരാണ്? സഞ്ജന ഠാക്കൂർ ആണ്. സഞ്ജന ഠാക്കൂർ ആണ് 2024 കോമൺവെൽത്ത് ചെറുകഥാ പുരസ്കാരം നേടിയത്. ഇനി ചെറുകഥയുടെ പേരെന്താണ്? പുരസ്കാരത്തിന് അർഹമായ ചെറുകഥയുടെ പേര് ഐശ്വര്യ റായ് എന്നതാണ്. ഐശ്വര്യ റായ് എന്ന ചെറുകഥയ്ക്കാണ് സഞ്ജന ഠാക്കൂറിന് പുരസ്കാരം ലഭിച്ചത്. ഇനി ചുവടെ ചേർത്തിട്ടുള്ളവയിൽ ഇന്ത്യയേക്കാൾ വലിപ്പമുള്ള രാജ്യം ഏതാണ്? ഇവിടെ തന്നിരിക്കുന്നു ബ്രസീൽ, ഫ്രാൻസ്, ഈജിപ്ത്, ഇറാൻ. ഇതിൽ ഇന്ത്യയേക്കാൾ വലിപ്പമുള്ള രാജ്യം ഏത് എന്നതാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ എ ആണ്, ബ്രസീലാണ്. ഇന്ത്യയുടെ അക്ഷാംശ വ്യാപ്തി എത്രയാണ്? ഇന്ത്യയുടെ അക്ഷാംശ വ്യാപ്തി ഓപ്ഷൻ ബി ആണ് 8 ഡിഗ്രി 4 മിനിറ്റ് നോർത്തിനും 37 ഡിഗ്രി 6 മിനിറ്റ് നോർത്തിനും ഇടയിലാണ് ഇന്ത്യയുടെ അക്ഷാംശ വ്യാപ്തി. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏത് എന്നതാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏത്? ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമിയാണ് ഡെക്കാൻ പീഠഭൂമി. ഡെക്കാൻ പീഠഭൂമിയെ കുറിച്ച് കുറച്ച് പോയിന്റ്സും കൂടി അറിഞ്ഞു വയ്ക്കാം. ത്രികോണാകൃതിയിലുള്ള പീഠഭൂമിയാണ്. ത്രികോണാകൃതിയിലുള്ള പീഠഭൂമിയാണ് ഡെക്കാൻ പീഠഭൂമി. അതുപോലെ ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന പീഠഭൂമി. ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന പീഠഭൂമി ഏത് എന്ന് ചോദിച്ചാൽ ഡെക്കാൻ പീഠഭൂമിയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ലാവാ പീഠഭൂമി ഏത് എന്ന് ചോദിച്ചാൽ ഡെക്കാൻ പീഠഭൂമിയാണ്. ഇനി വയനാട് പീഠഭൂമി ഭാഗമായ ഇന്ത്യയിലെ പീഠഭൂമി അല്ലെങ്കിൽ വയനാട് പീഠഭൂമി ഏത് പീഠഭൂമിയുടെ ഭാഗമാണ് എന്ന് ചോദിച്ചാൽ ഡെക്കാൻ പീഠഭൂമിയുടെ ഭാഗമാണ് വയനാട് പീഠഭൂമി. ഇനി ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ പീഠഭൂമി ഏത് എന്ന് ചോദിച്ചാലോ ഉയരം കൂടിയ പീഠഭൂമിയാണ് ലഡാക്ക് പീഠഭൂമി. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ പീഠഭൂമി ലഡാക്ക് പീഠഭൂമിയാണ്. അപ്പോൾ ഒന്നും കൂടി നോക്കാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏത് എന്ന് ചോദിച്ചാൽ ഡെക്കാൻ പീഠഭൂമി. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ പീഠഭൂമി ഏത് എന്ന് ചോദിച്ചാൽ ലഡാക്ക് പീഠഭൂമിയാണ്. ഇനി ത്രികോണാകൃതിയിൽ കാണപ്പെടുന്ന പീഠഭൂമിയാണ് ഡെക്കാൻ പീഠഭൂമി. ലോകത്തിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന പീഠഭൂമി ഏത് എന്ന് ചോദിച്ചാൽ ഡെക്കാൻ പീഠഭൂമിയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ലാവാ പീഠഭൂമിയാണ് ഡെക്കാൻ പീഠഭൂമി. ഇനി വയനാട് പീഠഭൂമി ഡെക്കാൻ പീഠഭൂമിയുടെ ഭാഗമാണ്. അടുത്ത ചോദ്യം, ഹിൽ സ്റ്റേഷനുകളുടെ രാജകുമാരി എന്നറിയപ്പെടുന്ന സുഖവാസ കേന്ദ്രം. ഹിൽ സ്റ്റേഷനുകളുടെ രാജകുമാരി എന്നറിയപ്പെടുന്നത് കൊടൈക്കനാൽ ആണ്. കൊടൈക്കനാൽ. ഇനി ഹിൽ സ്റ്റേഷനുകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്നത് മുസൂറിയാണ്. ഉത്തരാഖണ്ഡില് മുസൂറിയാണ് ഹിൽ സ്റ്റേഷനുകളുടെ രാജ്ഞി എന്ന് അറിയപ്പെടുന്നത്. ഇനി ഹിമാലയത്തിലെ രാജ്ഞി എന്നറിയപ്പെടുന്നത് ഡാർജിലിംഗ് ആണ്. ഹിമാലയത്തിലെ രാജ്ഞി ഏതാണ്? ഡാർജിലിംഗ് ആണ്. ഡാർജിലിംഗ്. ഇപ്പൊ ഹിൽ സ്റ്റേഷനുകളുടെ രാജകുമാരി എന്നറിയപ്പെടുന്നത് കൊടൈക്കനാലാണ്. ഹിൽ സ്റ്റേഷനുകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്നത് മുസൂറിയാണ്. ഹിമാലയത്തിലെ രാജ്ഞി എന്നറിയപ്പെടുന്നത് ഡാർജിലിംഗ് ആണ്. അടുത്ത ചോദ്യം, ബംഗാൾ ഉൾക്കടൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടാത്ത നദി ഏതാണ്? തന്നിരിക്കുന്ന ഓപ്ഷൻസ് കൃഷ്ണ, കാവേരി, നർമ്മദ, മഹാനദി എന്നിവയാണ്. ഇതിൽ ബംഗാൾ ഉൾക്കടൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടാത്തത് നർമ്മദ നദിയാണ്. നർമ്മദ നദി. അറബിക്കടൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടുന്ന നദിയാണ് നർമ്മദ നദി. അറബിക്കടൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടുന്ന നദിയാണ് നർമ്മദ നദി. കൃഷ്ണ, കാവേരി, മഹാനദി എന്നിവയെല്ലാം ബംഗാൾ ഉൾക്കടൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടുന്ന നദികളാണ്. ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന എയർപോർട്ടായ ലേ ഏത് നദിക്കരയിലാണ്? ലേ ഏത് നദിക്കരയിലാണ്? സിന്ധു നദിക്കരയിലാണ്. ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന എയർപോർട്ട് ഏതാണ്? ലേ ആണ്. ലേ സ്ഥിതി ചെയ്യുന്നത് സിന്ധു നദിക്കരയിലാണ്. മൺസൂൺ എന്ന വാക്ക് ഏത് ഭാഷയിൽ നിന്നുമാണ് എടുത്തിട്ടുള്ളത്? മൺസൂൺ എന്ന വാക്ക് എടുത്തിരിക്കുന്നത് അറബി ഭാഷയിൽ നിന്നുമാണ്. അറബി ഭാഷയിൽ നിന്നുമാണ് മൺസൂൺ എന്ന വാക്ക് എടുത്തിരിക്കുന്നത്. കാൽ ബൈശാഖി എന്നത് കാറ്റ്. ആസാമിലെ കാസിരംഗ ദേശീയോദ്യാനം ഏത് മൃഗത്തിന് പ്രസിദ്ധമാണ്? ആസാമിലെ കാസിരംഗ ദേശീയോദ്യാനം
ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗത്തിനാണ് പ്രസിദ്ധം. അപ്പം കാസിരംഗ ദേശീയോദ്യാനം ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗത്തിന് പ്രസിദ്ധമായ ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗത്തിന്റെ സംരക്ഷണത്തിന് പ്രസിദ്ധമായ കാസിരംഗ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? ആസാമാണ്. ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിലുള്ള ദേശീയോദ്യാനം ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിലുള്ള ദേശീയോദ്യാനം കാഞ്ചൻജംഗ ദേശീയോദ്യാനമാണ്. കാഞ്ചൻജംഗ ദേശീയോദ്യാനമാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിലുള്ള ദേശീയോദ്യാനം. കേരളത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? ഇരവികുളമാണ്. ഇരവികുളം നാഷണൽ പാർക്കാണ് കേരളത്തിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം. ഇന്ത്യയിലെ കാഞ്ചൻജംഗ, കേരളത്തിലെ ഇരവികുളം. യൂറോപ്പിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള നാവിക മാർഗം കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസ് നാവികൻ വാസ്കോ ഡ ഗാമയാണ്. വാസ്കോ ഡ ഗാമ. ഝാൻസി റാണി വീരമൃത്യു വരിച്ച വർഷം. ഝാൻസി റാണി വീരമൃത്യു വരിച്ച വർഷം 1858 ആണ്. 1858. ഏത് ഗവർണർ ജനറലിന്റെ കാലത്താണ് ബനാറസ് ഉടമ്പടി ഒപ്പുവെച്ചത്? ബനാറസ് ഉടമ്പടി ഒപ്പുവെച്ചത് വാറൻ ഹേസ്റ്റിങ്സ് ഗവർണർ ജനറൽ ആയിരുന്ന കാലത്താണ്. വാറൻ ഹേസ്റ്റിങ്സ്. ബനാറസ് ഉടമ്പടി ഒപ്പുവെച്ച വർഷം 1773 ആണ്. 1773 ബംഗാളിലെ ബ്രിട്ടീഷ് ഗവൺമെന്റും മൗദിലെ ഭരണാധികാരികളും തമ്മിൽ നടന്ന ഉടമ്പടിയാണ് ബനാറസ് ഉടമ്പടി. ബനാറസ് ഉടമ്പടി ഒപ്പുവെച്ച സമയത്ത് ആരായിരുന്നു ഗവർണർ ജനറൽ? വാറൻ ഹേസ്റ്റിങ്സ്. ഇന്ത്യയുടെ മത സാമൂഹിക പരിഷ്കരണ രംഗത്ത് ഏറ്റവും കൂടുതൽ സംഭാവനയർപ്പിച്ച പ്രസ്ഥാനം ഏതാണ്? ഇന്ത്യയുടെ മത സാമൂഹിക പരിഷ്കരണ രംഗത്ത് ഏറ്റവും കൂടുതൽ സംഭാവനയർപ്പിച്ച പ്രസ്ഥാനം ബ്രഹ്മസമാജമാണ്. ബ്രഹ്മസമാജം. ബ്രഹ്മസമാജം സ്ഥാപിച്ചത് ആരാണ്? രാജാറാം മോഹൻ റോയ് ആണ് ബ്രഹ്മസമാജം സ്ഥാപിച്ചത്. രാജാറാം മോഹൻ റോയ് ബ്രഹ്മസമാജം സ്ഥാപിച്ച വർഷം 1828 ആണ്. 1828. അടുത്ത ചോദ്യം, ഏത് വർഷമാണ് ആത്മീയ സഭ രൂപീകരിച്ചത്? ആത്മീയ സഭ രൂപീകരിച്ച വർഷം. ആത്മീയ സഭ രൂപീകൃതമായ വർഷം 1815 ആണ്. ആത്മീയ സഭ രൂപീകരിച്ചതും ആരാണ്? രാജാറാം മോഹൻ റോയ് ആണ് ആത്മീയ സഭ രൂപീകരിച്ചത്. വർഷം 1815. അടുത്ത ചോദ്യം, പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി. പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആണ്. പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച വർഷം ഏത് എന്ന് ചോദിച്ചാൽ 1954 പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ചത്. ഇന്ത്യ പഞ്ചശീല കരാറിൽ ഏർപ്പെട്ട രാജ്യം ഏതാണ്? ചൈനയാണ്. ചൈനയുമായിട്ടാണ് പഞ്ചശീല കരാറിൽ ഒപ്പുവെച്ചത്. ആരാണ്? ചൗ എൻ ലായ്. ചൗ എൻ ലായ് ചൈനീസ് പ്രധാനമന്ത്രിയായിരുന്നു. ചൗ എൻ ലായും ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവും 1954 പഞ്ചശീല കരാറിൽ ഒപ്പുവെച്ചത്. പയ്യന്നൂരിൽ നടന്ന 4ാം അഖില കേരള രാഷ്ട്രീയ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആരാണ്? ജവഹർലാൽ നെഹ്റുവാണ്. പയ്യന്നൂരിൽ നടന്ന 4ാം അഖില കേരള രാഷ്ട്രീയ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ജവഹർലാൽ നെഹ്റു. ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യ സത്യാഗ്രഹം. ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യ സത്യാഗ്രഹം ചമ്പാരൻ സത്യാഗ്രഹമാണ്. ചമ്പാരൻ സത്യാഗ്രഹം നടന്ന വർഷം 1917 ആണ്. 1917 ബീഹാറില് ചമ്പാരനിലാണ് ഈ സത്യാഗ്രഹം നടന്നത്. ചമ്പാരൻ സത്യാഗ്രഹം നടന്ന വർഷം 1917. ചമ്പാരൻ സത്യാഗ്രഹം നടന്ന സംസ്ഥാനം ഏത് എന്ന് ചോദിച്ചാൽ ബീഹാറാണ്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ ഉപരാഷ്ട്രപതി ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ഒരു സംസ്ഥാനത്തെ ഗവർണർ ആയതിനു ശേഷം പ്രസിഡന്റ് ആയ ആദ്യ വ്യക്തി. ഒരു സംസ്ഥാനത്തെ ഗവർണർ ആയതിനു ശേഷം പ്രസിഡന്റ് ആയ ആദ്യ വ്യക്തിയാണ് ഡോക്ടർ സക്കീർ ഹുസൈൻ. ഓപ്ഷൻ സി, ഡോക്ടർ സക്കീർ ഹുസൈൻ.
ഇന്ത്യൻ ഭരണഘടനയുടെ മൂന്നാം ഭാഗത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത് മൗലിക അവകാശങ്ങളാണ്. മൗലിക അവകാശങ്ങൾ ഉൾപ്പെടെ ഭരണഘടനയുടെ ഏതു ഭാഗവും ഭേദഗതി ചെയ്യുവാൻ പാർലമെന്റിന് അധികാരമുണ്ടെന്ന് വ്യവസ്ഥ ചെയ്ത ഭേദഗതി. 24ാം ഭേദഗതിയാണ്. മൗലിക അവകാശങ്ങൾ ഉൾപ്പെടെ ഭരണഘടനയുടെ ഏതു ഭാഗവും ഭേദഗതി ചെയ്യുവാനായിട്ട് പാർലമെന്റിന് അധികാരമുണ്ടെന്ന് വ്യവസ്ഥ ചെയ്ത ഭേദഗതിയാണ് 24ാം ഭേദഗതി. സ്വത്ത് സമ്പാദിക്കുവാനും സംരക്ഷിക്കുവാനുള്ള മൗലികാവകാശത്തെ നിയമാവകാശമാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതി ഏതാണ്? 44ാം ഭേദഗതി പ്രകാരമാണ് സ്വത്ത് സമ്പാദിക്കുവാനും സംരക്ഷിക്കുവാനുള്ള മൗലികാവകാശം നിയമാവകാശമായിട്ട് മാറിയത്. അപ്പൊ സ്വത്ത് സമ്പാദിക്കുവാനുള്ളത് ഇപ്പോൾ എന്താവകാശമാണ് എന്ന് ചോദിച്ചാൽ നിയമാവകാശമാണ്. പൊതു നിയമനങ്ങളിൽ അവസര സമത്വം ഉറപ്പാക്കുന്ന ഭരണഘടനാ വകുപ്പ്. പൊതു നിയമനങ്ങളിൽ അനുച്ഛേദം 16ആണ്. പൊതു നിയമനങ്ങളിൽ അവസര സമത്വം ഉറപ്പാക്കുന്ന ഭരണഘടനാ വകുപ്പ്. അടിയന്തരാവസ്ഥക്കാലത്ത് മൗലികാവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നത് ഏത് വകുപ്പ് പ്രകാരമാണ്? അടിയന്തരാവസ്ഥക്കാലത്ത് മൗലിക അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നത് ഏത് വകുപ്പ് പ്രകാരമാണ്? വകുപ്പ് 359 പ്രകാരമാണ്. വകുപ്പ് 359. ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം. ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്നത് 1993 1993. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെ നിയമിക്കുന്നത് ആരാണ്? സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെ നിയമിക്കുന്നത് ഗവർണറാണ്. താഴെ പറയുന്നവയിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ എക്സ് ഒഫീഷ്യോ മെമ്പർ അല്ലാത്തത് ആര്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ എക്സ് ഒഫീഷ്യോ മെമ്പർ അല്ലാത്തത് കേന്ദ്ര നിയമകാര്യ വകുപ്പ് മന്ത്രിയാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ് ആരൊക്കെയാണ്? ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർപേഴ്സൺ, ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർപേഴ്സൺ, ദേശീയ പട്ടികവർഗ കമ്മീഷൻ ചെയർപേഴ്സൺ, ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ, ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷൻ ചെയർപേഴ്സൺ, ദേശീയ ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ, ദേശീയ ഭിന്നശേഷി വിഭാഗ കമ്മീഷൻ ചെയർപേഴ്സൺ എന്നിവരാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? മുഖ്യമന്ത്രി. ദേശീയ വനിതാ കമ്മീഷനിലെ ആദ്യ പുരുഷ അംഗമാര് അലോക് റാവത്ത്. കേരളത്തിലെ വടക്കേ അറ്റത്തുള്ള പഞ്ചായത്ത് മഞ്ചേശ്വരമാണ്. കേരളത്തിലെ വടക്കേ അറ്റത്തുള്ള പഞ്ചായത്ത് മഞ്ചേശ്വരം. ഇന്ത്യയുടെ ആകെ വിസ്തീർണത്തിന്റെ എത്ര ശതമാനമാണ് കേരളം? 1.18% കേരളം. ഇന്ത്യയുടെ ആകെ വിസ്തീർണത്തിന്റെ എത്ര ശതമാനമാണ് കേരളം? 1.18%. കേരളത്തിൽ കളിമൺ നിക്ഷേപം കൂടുതലുള്ള പ്രദേശം ഏതാണ്? കളിമൺ നിക്ഷേപം ഏറ്റവും കൂടുതലുള്ളത് കുണ്ടറയാണ്. കൊല്ലം ജില്ലയില് കുണ്ടറയിലാണ് കേരളത്തിൽ കളിമൺ നിക്ഷേപം ഏറ്റവും കൂടുതലുള്ളത്. മണ്ണിനെ കുറിച്ചുള്ള പഠനം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? പെഡോളജി എന്നാണ്. മണ്ണിനെ കുറിച്ചുള്ള പഠനമാണ് പെഡോളജി. മണ്ണ് രൂപപ്പെടുന്ന പ്രക്രിയ അറിയപ്പെടുന്നത് എങ്ങനെയാണ്? പെഡോജെനിസിസ് എന്നറിയപ്പെടുന്നു. മണ്ണ് രൂപപ്പെടുന്ന പ്രക്രിയ പെഡോജെനിസിസ്. മണ്ണിനെ കുറിച്ചുള്ള പഠനമാണ് പെഡോളജി. മണ്ണ് രൂപം കൊള്ളുന്ന പ്രക്രിയ അറിയപ്പെടുന്നത് പെഡോജെനിസിസ്. ഈ ക്ലാസ്സിൽ നിങ്ങൾക്കായിട്ടൊരു ചോദ്യമുണ്ട്. ലോക മണ്ണ് ദിനമായിട്ട് ആചരിക്കുന്നത് എന്ന് കമന്റ് ചെയ്യുക. ലോക മണ്ണ് ദിനം.
വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങുകൾ പ്രധാനമായും കാണപ്പെടുന്ന കേരളത്തിലെ ദേശീയോദ്യാനം. വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങുകൾ കാണപ്പെടുന്നത് സൈലന്റ് വാലിയിലാണ്. സൈലന്റ് വാലി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലാണ്. പാലക്കാട്. ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യമുള്ള കേരളത്തിലെ ദേശീയോദ്യാനം ഏത് എന്ന് ചോദിച്ചാൽ അത് സൈലന്റ് വാലിയാണ്. ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യമുള്ള കേരളത്തിലെ ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി. തനിക, കൃതിക എന്നീ പദ്ധതികൾ ഏത് മേഖലയുമായി ബന്ധപ്പെട്ട കേരള സർക്കാർ നടപ്പിലാക്കുന്നത്? തനിമ, കൃതിക എന്നീ പദ്ധതികൾ കൈത്തറിയാണ്. കൈത്തറി പദ്ധതികളുടെ പേര് തനിമ, കൃതിക. ദേശീയ കൈത്തറി ദിനമായിട്ട് ആചരിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഓഗസ്റ്റ് 7 ദേശീയ കൈത്തറി ദിനമായിട്ട് ആചരിക്കുന്നത് ഓഗസ്റ്റ് 7. ഇൻഡോ നോർവീജിയൻ ഫിഷറീസ് കമ്മ്യൂണിറ്റി പ്രോജക്റ്റ്. ഇൻഡോ നോർവീജിയൻ ഫിഷറീസ് കമ്മ്യൂണിറ്റി പ്രോജക്റ്റ് നീണ്ടകരയാണ്. നീണ്ടകര. KSEBയുടെ ഏറ്റവും വലിയ ഡീസൽ പവർ പ്ലാന്റ്. KSEBയുടെ ഏറ്റവും വലിയ ഡീസൽ പവർ പ്ലാന്റ് ബ്രഹ്മപുരമാണ്. ബ്രഹ്മപുരം. കേരളത്തിൽ സ്വർണ്ണ നിക്ഷേപം ഏറ്റവും കൂടുതലുള്ള സ്ഥലം ഏതാണ്? സ്വർണ്ണ നിക്ഷേപം കൂടുതലുള്ളത് നിലമ്പൂരാണ്. നിലമ്പൂർ. കേരളത്തിലൂടെ കടന്നുപോകുന്ന ദേശീയപാത 183 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ. 183 ഡിണ്ടിഗലിനെയും കൊല്ലത്തിനെയുമാണ് ബന്ധിപ്പിക്കുന്നത്. കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത 183 ബന്ധിപ്പിക്കുന്നത് ഡിണ്ടിഗൽ, കൊല്ലം. കേരളത്തിലെ വിവേകാനന്ദൻ എന്നറിയപ്പെടുന്നത് ആര്? കേരളത്തിലെ വിവേകാനന്ദൻ എന്നറിയപ്പെടുന്നത് ആഗമാനന്ദ സ്വാമിയാണ്. ആഗമാനന്ദ സ്വാമി കേരളത്തിലെ വിവേകാനന്ദൻ. 1114 കഥ എന്ന കൃതി രചിച്ചത് ആര്? 1114 കഥ എന്ന കൃതി ആരുടേതാണ്? അക്കാമ ചെറിയാൻ്റെതാണ്. അക്കാമ ചെറിയാൻ്റെ ആത്മകഥ ഏതാണ്? ജീവിതം ഒരു സമരം. ജീവിതം ഒരു സമരം എന്നത് അക്കാമ ചെറിയാൻ്റെ ആത്മകഥയാണ്. 1114 കഥ എന്ന കൃതി ആരുടേതാണ്? അക്കാമ ചെറിയാൻ. അക്കാമ ചെറിയാൻ്റെ ആത്മകഥയാണ് ജീവിതം ഒരു സമരം. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ആക്ടിംഗ് പ്രസിഡന്റായ ആദ്യത്തെ വനിത. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ആക്ടിംഗ് പ്രസിഡന്റായ ആദ്യ വനിതയാണ് അക്കാമ ചെറിയാൻ. 1909 അയ്യങ്കാളി കേരളത്തിലെ ആദ്യത്തെ കർഷക സമരം സംഘടിപ്പിച്ചത് എവിടെയാണ്? വെങ്ങാനൂരാണ്. ഏത് വർഷമാണ്? 1909 ആരാണ് സംഘടിപ്പിച്ചത്? അയ്യങ്കാളിയാണ്. കേരളത്തിലെ ആദ്യത്തെ കർഷക സമരം സംഘടിപ്പിച്ചത് അയ്യങ്കാളി. വർഷം 1909, വെങ്ങാനൂർ. 1833 ശുചീന്ദ്രം രഥോത്സവത്തിന് അവർണരുമൊത്ത് തേരിന്റെ വടം പിടിച്ച് പ്രതിഷേധിച്ച നവോത്ഥാന നായകൻ ആരാണ്? വൈകുണ്ഠ സ്വാമികളാണ്. 1833 ശുചീന്ദ്രൻ രഥോത്സവത്തിന് അവർണരുമൊത്ത് തേരിന്റെ വടം പിടിച്ച് പ്രതിഷേധിച്ച നവോത്ഥാന നായകനാണ് വൈകുണ്ഠസ്വാമി. എവിടെ നിന്നുള്ള ബ്രിട്ടീഷ് സൈന്യമാണ് ആറ്റിങ്ങൽ കലാപം അടിച്ചമർത്തിയത്? ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം. ആറ്റിങ്ങൽ കലാപം അടിച്ചമർത്തിയത് എവിടെ നിന്നുള്ള ബ്രിട്ടീഷ് സൈന്യമാണ്? തലശ്ശേരിയിൽ നിന്നുമുള്ള ബ്രിട്ടീഷ് സൈന്യമാണ്. ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം ഏത് എന്ന് ചോദിച്ചാൽ 1721. ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം 1721. അടുത്തത് ഒന്നാം പഴശ്ശി കലാപം അവസാനിച്ച വർഷം. ഒന്നാം പഴശ്ശി കലാപം അവസാനിച്ച വർഷം 1797. 1797. ഒന്നാം പഴശ്ശി കലാപം നടന്ന കാലഘട്ടം എന്ന് പറയുന്നത് 1793 മുതൽ 1797 വരെയാണ്. ഒന്നാം പഴശ്ശി കലാപം അവസാനിച്ച വർഷം 1797, ആരംഭിച്ചത് 1793. ഇനി രണ്ടാമത്തെ പഴശ്ശി കലാപം 1800, 1805 കാലഘട്ടത്തിലാണ് നടന്നത്. കുരുമുളകിന്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയതുമായി ബന്ധപ്പെട്ടുണ്ടായ കലാപം.
കുരുമുളകിൻ്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയതുമായി ബന്ധപ്പെട്ടുണ്ടായ കലാപം ഏതാണ്? അഞ്ചുതെങ്ങ് കലാപമാണ്. അഞ്ചുതെങ്ങ് കലാപം. അഞ്ചുതെങ്ങ് കലാപം നടന്ന വർഷം ഏത് എന്ന് ചോദിച്ചാൽ 1697 1697 അഞ്ചുതെങ്ങ് കലാപം നടന്നത്. അപ്പോൾ കുരുമുളകിൻ്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയതുമായി ബന്ധപ്പെട്ടുണ്ടായ കലാപമാണ് അഞ്ചുതെങ്ങ് കലാപം. അടുത്തത്, ഏത് വിപ്ലവത്തിന് സാക്ഷ്യം വഹിച്ച മലയാണ് പുരളിമല? പുരളിമല പഴശ്ശി വിപ്ലവമാണ്. പഴശ്ശി വിപ്ലവത്തിന് സാക്ഷ്യം വഹിച്ച മലയാണ് പുരളിമല. ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിനെ തുടർന്ന് AKG അറസ്റ്റ് വരിച്ച വർഷം? ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിനെ തുടർന്ന് AKG അറസ്റ്റ് വരിച്ച വർഷം 1930. ഉപ്പ് സത്യാഗ്രഹം നടന്ന വർഷം ഏത് എന്ന് ചോദിച്ചാൽ 1930 ഉപ്പ് സത്യാഗ്രഹം നടന്ന വർഷം. മനുഷ്യരിൽ രൂപം കൊള്ളുന്ന സ്ഥിരദന്തങ്ങളുടെ എണ്ണം? മനുഷ്യരിൽ രൂപം കൊള്ളുന്ന സ്ഥിരദന്തങ്ങളുടെ എണ്ണം 32. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ അവയവം? ശ്വാസകോശം. ഏറ്റവും ഭാരം കുറഞ്ഞ അവയവം ശ്വാസകോശം. മനുഷ്യ ശരീരത്തിൽ രക്തം കട്ടപിടിക്കുന്നതിനാവശ്യമായ വസ്തു നിർമ്മിക്കപ്പെടുന്നത് എവിടെയാണ്? കരളിലാണ്. കരൾ. ശരീരത്തിലെ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം? അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് മെഡുല ഒബ്ലാങ്കേറ്റയാണ്. മെഡുല ഒബ്ലാങ്കേറ്റ. മദ്യം ബാധിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗം ഏതാണ്? മദ്യം ബാധിക്കുന്നത് സെറിബെല്ലത്തെയാണ്. മദ്യം ബാധിക്കുന്നത് സെറിബെല്ലം. പേശികളെക്കുറിച്ചുള്ള പഠനം? പേശികളെക്കുറിച്ചുള്ള പഠനമാണ് മയോളജി. മയോളജി എന്നത് പേശികളെക്കുറിച്ചുള്ള പഠനമാണ്. പാകം ചെയ്താൽ നഷ്ടപ്പെടുന്ന വിറ്റമിൻ ഏതാണ്? പാകം ചെയ്താൽ നഷ്ടപ്പെടുന്നത് വൈറ്റമിൻ സി ആണ്. ചൂട് തട്ടിയാൽ നഷ്ടപ്പെടുന്നത് വൈറ്റമിൻ സി. ചുവടെ ചേർത്തിട്ടുള്ളവയിൽ വൈറ്റമിൻ എച്ച് എന്നറിയപ്പെടുന്നത് ഏതാണ്? വൈറ്റമിൻ എച്ച് എന്നറിയപ്പെടുന്നത് ബയോട്ടിൻ ആണ്. വൈറ്റമിൻ എച്ച് എന്നറിയപ്പെടുന്നത് ബയോട്ടിൻ ആണ്. സെഹദ് എന്ന ടെലിമെഡിസിൻ പദ്ധതിയുമായി സഹകരിച്ച ആദ്യ ആശുപത്രി? സെഹദ് എന്ന ടെലിമെഡിസിൻ പദ്ധതിയുമായിട്ട് സഹകരിച്ച ആദ്യത്തെ ആശുപത്രിയാണ് അപ്പോളോ ഹോസ്പിറ്റൽ. റേച്ചൽ കാഴ്സൺ രചിച്ച സൈലന്റ് സ്പ്രിംഗ് എന്ന ഗ്രന്ഥത്തിലെ പ്രതിപാദ്യ വിഷയം ഏതാണ്? DDT ആണ്. റേച്ചൽ കാഴ്സൺ സൈലന്റ് സ്പ്രിംഗ് അല്ലെങ്കിൽ നിശബ്ദ വസന്തം എന്ന കൃതി ആരുടേതാണ്? റേച്ചൽ കാഴ്സൻ്റേതാണ്. അതിലെ പ്രതിപാദ്യ വിഷയം എന്ന് പറയുന്നത് DDT ആണ്. ഒരു മൂലകത്തിൻ്റെ രാസപ്രവർത്തനത്തിൽ നിർണായക പങ്ക് വഹിക്കുന്ന അറ്റോമിക കണികകൾ ഏവ? ഒരു മൂലകത്തിൻ്റെ രാസപ്രവർത്തനത്തിൽ നിർണായക പങ്ക് വഹിക്കുന്ന അറ്റോമിക കണികകളാണ് ഇലക്ട്രോൺ. കലാമിൻ ഏത് ലോഹത്തിൻ്റെ അയിരാണ്? കലാമിൻ സിങ്കിൻ്റെ അയിരാണ് കലാമിൻ. ഭാവിയിലെ ഇന്ധനം എന്നറിയപ്പെടുന്നത്? ഭാവിയിലെ ഇന്ധനം എന്നറിയപ്പെടുന്നത് ഹൈഡ്രജനാണ്. ബാത്തിങ് സോപ്പ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പൊട്ടാസ്യം സംയുക്തം? ബാത്തിങ് സോപ്പ് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ആണ്. പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. ലെസൻസ് പരീക്ഷണത്തിലൂടെ തിരിച്ചറിയുന്നതിന് സാധിക്കാത്ത മൂലകം ഏതാണ്? ലെസൈൻസ് പരീക്ഷണത്തിലൂടെ തിരിച്ചറിയുവാൻ സാധിക്കാത്തത് ഓക്സിജൻ. പ്രവൃത്തി ചെയ്യുവാനുള്ള കഴിവാണ് ഊർജം. ചുറ്റുപാടുകൾ അപേക്ഷിച്ചൊരു വസ്തുവിനുണ്ടാകുന്ന സ്ഥാനമാറ്റമാണ് ചലനം. ദ്രവ്യത്തിന് എത്ര അവസ്ഥകളാണ് ഉള്ളത്? 7. ഒരു ന്യൂട്ടൺ സമം ഡാഷ് ഡൈൻ? 10⁵ ഡൈൻ. ഒരു ന്യൂട്ടൺ സമം 10⁵ ഡൈൻ. സൗരയൂഥത്തിൽ നിന്ന് പുറത്തായ ഗ്രഹം ഏതാണ്? പ്ലൂട്ടോയാണ്. പ്ലൂട്ടോ. ഇനി വരുന്ന 80 മാത്സ് ചോദ്യങ്ങളാണ്. ഉത്തരം മാത്രം പറയാം. ചെയ്ത് നോക്കിയിട്ട് ഉത്തരം കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. 81ാമത്തെ ചോദ്യം ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ് 117. 82 ഓപ്ഷൻ എ 3816. 83ാമത്തെ ചോദ്യം ഉത്തരം ഓപ്ഷൻ ബി ആണ് 84 ഓപ്ഷൻ ബി. 85ാമത്തെ ചോദ്യം ഓപ്ഷൻ ഡി. 86ാമത്തെ ചോദ്യം ഓപ്ഷൻ ഡി. 87 ഉത്തരം വരുന്നത് ഓപ്ഷൻ എ.
88 ഓപ്ഷൻ സി. 89 ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. 90-ാമത്തെ ചോദ്യം ഓപ്ഷൻ സി. 91 ഓപ്ഷൻ എ ആണ് ഉത്തരം. 92-ാമത്തെ ചോദ്യം ഓപ്ഷൻ ബി ആണ്. 93 ഓപ്ഷൻ ബി ആണ്. 94-ാമത്തെ ചോദ്യം ഓപ്ഷൻ എ ആണ്. 95-ാമത്തെ ചോദ്യം ഉത്തരം ഓപ്ഷൻ സി ആണ്. 96 ഓപ്ഷൻ എ. 97-ാമത്തെ ചോദ്യം ഓപ്ഷൻ സി. 98 ഓപ്ഷൻ ബി. 99 ഓപ്ഷൻ ബി. അവസാനത്തെ ചോദ്യം ഓപ്ഷൻ എ ആണ് 22. PSCയുടെ ഫൈനൽ ആൻസർക്ക് അനുസരിച്ചിട്ടാണ് നമ്മൾ ഉത്തരങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.